പ്രേക്ഷകർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. റിപ്പോർട്ടർ മിനി ലൈവത്തോൺ. ദിവസേന നമ്മുടെ വീടുകളിലേക്ക് എത്തേണ്ട പച്ചക്കറിക്ക് അക്ഷരാർത്ഥത്തിൽ തീവിലയാണ്. പയറ് പോൽ കുതിക്കുന്നു. ഉള്ളിയാണെങ്കിൽ ഉറഞ്ഞു തുള്ളുന്നു. ബീൻസ് ആണെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്നില്ല. തക്കാളി ആണെങ്കിൽ തൊട്ടാൽ പൊള്ളും. ജനങ്ങളുടെ നടുവൊടിക്കുന്ന ഈ പച്ചക്കറി വില എവിടേക്ക്? എന്താണ് വില കൂടാൻ കാരണം? ഇനി എത്ര വില കൂടും? എത്ര സഹിക്കണം? റിപ്പോർട്ടർ ലൈവത്തോണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പയറ്, പരിപ്പ്, കടല എല്ലാത്തിനും വില കൂടുതൽ. വിലയൊക്കെ കൂടുമ്പോൾ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ബീൻസ് വില കൂടുതലാണ്, തക്കാളി വില കൂടുതലാണ്. പച്ചക്കറി വില കേരളത്തിൽ മാത്രമാണോ? കേരളത്തിന് പുറത്ത് എന്താണ് പച്ചക്കറി വില? കേരളത്തിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് വില കൂടുന്നു? ഗുണ്ടൽപേട്ടിൽ നിന്ന് ദീപക് മോഹൻ, പാളയം മാർക്കറ്റിൽ നിന്ന് സാനിയോ മനോമി, കൊച്ചി ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്ന് മുഹമ്മദ് ജസീം, ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഇനി എത്ര കൂടും? ആദ്യം പാളയം മാർക്കറ്റിൽ നിന്ന് സാനിയോ മനോമി ചേരുന്നു നമുക്കൊപ്പം. ആദ്യം സാനിയോയിലേക്ക്. സാനിയോ, ദീപക്, ജസീം, 3 പേർക്കും ഒരു ഗുഡ് മോർണിംഗ്. പക്ഷേ അത്ര ഗുഡല്ലാത്തൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട വാർത്ത. സാനിയോ, ഈ പച്ചക്കറി വില കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഇന്നിപ്പോൾ പാളയം മാർക്കറ്റിൽ എന്താണ് പച്ചക്കറിക്കൊക്കെ പൊതുവെയുള്ളൊരു വില? അരുൺ, പാളയം മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് പൊതുവെ, അതായത് സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു വിലയായിരിക്കും. കാരണം സംസ്ഥാനത്തെ മറ്റു മാർക്കറ്റുകളിൽ, കൊച്ചിയിലെയും കൊച്ചി ബ്രോഡ്വേയിലെയും അതുപോലെ തിരുവനന്തപുരത്തെയും ഒക്കെ മാർക്കറ്റുകളിൽ നിന്ന് വില അല്പം കുറവായിരിക്കും പാളയത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ വില എന്ന് പറയുന്നത് തക്കാളി കിലോയ്ക്ക് 70 രൂപ, ബീൻസ് കിലോയ്ക്ക് 80 രൂപ, പയർ കിലോയ്ക്ക് 40 രൂപ, വഴുതനങ്ങ കിലോയ്ക്ക് 30 രൂപ, പച്ചമുളക് ഉണ്ട പച്ചമുളകാണെങ്കിൽ 70 രൂപയും സാധാരണ പച്ചമുളകാണെങ്കിൽ 50 രൂപ, വെള്ളരി 40 രൂപ, വെളുത്തുള്ളി 180 രൂപ, മുരിങ്ങ 200 രൂപ, സവാള 40 രൂപ, ക്യാബേജ് 40 രൂപ, കൈപ്പക്ക 60 രൂപ. ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു വില എന്ന് പറയുന്നത്. നമുക്കൊപ്പം ആളുകൾ പ്രതികരിക്കാനടക്കം ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, അതിരാവിലെയാണ്, മാർക്കറ്റ് ഉണരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വാങ്ങാനുള്ള ആളുകൾ ഇവിടെ കുറവായിരിക്കും. പകരം വിൽപ്പനക്കാരും മറ്റുമായിരിക്കും. ഒരു മൊത്ത കച്ചവടക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് മാർക്കറ്റിൽ പൊതുവെ മറ്റിടങ്ങളിലെ അപേക്ഷിച്ച് വില കുറവായിരിക്കും അല്ലേ? അതെ, മൊത്തത്തിൽ പൊതുവേ മറ്റുള്ള അപേക്ഷിച്ചിട്ട് ഇപ്പോൾ തിരുവനന്തപുരം മാർക്കറ്റിൽ ഡബിൾ സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറുള്ളി പറയുന്നത്. എന്നാൽ ഇവിടെ 65 രൂപ ഉള്ളൂ. അത്രത്തോളം ഡിഫറൻസിലാണ് വില പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ കോഴിക്കോട് മാർക്കറ്റിൽ പൊതുവേ മറ്റുള്ള അപേക്ഷിച്ചിട്ട് വില പറയുമ്പോൾ വില കുറവാണ്. പിന്നെ ഇതിവിടെ പൊതുവെ വിപണിയിൽ വില കൂടാൻ കാരണം കർണാടകയിൽ ആണ് ആളുകളൊക്കെ മൊത്തത്തിൽ കയറുന്നത്. അതായത് തമിഴ്നാട്ടിൽ കൃഷിക്ക് എന്താകുന്നില്ല, ആളുകളെ കിട്ടാനില്ല. അപ്പോൾ അവിടെ കൃഷി ചെയ്യാതെ തന്നെ ഇപ്പോൾ ആളുകൾ എന്താണ് കർണാടകയിലേക്ക് കയറാണ്. തമിഴ്നാട് വണ്ടി പൊതുവെ കർണാടക മാർക്കറ്റിലേക്ക് കണ്ടാൽ പൊതുവെ അവിടെ വിപണിയിൽ വില കൂടും. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ് വില കൂടുന്നത്. അല്ലാതെ എന്തല്ല പൊതുവെ ഉണ്ടാകുന്ന ഒരു ഇത് ഉണ്ടായിട്ടില്ല. ഇത് അന്യസംസ്ഥാന വിപണികൾ വില കൂട്ടുന്നതാണ്. അന്യസംസ്ഥാന വിപണി വില കൂട്ടുന്നതാണ്. കാരണം മൊത്തത്തിൽ ആദ്യം എല്ലാം തമിഴ്നാട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തമിഴ്നാട്ടുകാർക്ക് ആവശ്യം കർണാടകൻ്റെ സാധനമാണ്. കാരണം അവിടെ കർഷകർ കിട്ടാനില്ല. അങ്ങനത്തെ ഒരു പ്രയാസമുണ്ട് ഇപ്പോൾ അവിടെ. ഈ മഴയും മറ്റുമൊക്കെ ആയതുകൊണ്ട് വില അല്പം കൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തമിഴ്നാട് കർണാടക മാർക്കറ്റുകളിലെ വിപണി അതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതടക്കമാണ്. ഇവിടെ വീണ്ടും നമുക്കൊപ്പം കുറച്ച് വ്യാപാരികളുണ്ട്. അവരോട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു നോക്കാം. സംസാരിക്കുമോ ചേട്ടാ? ഇഞ്ചിക്ക് എത്ര വില? ഇഞ്ചിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് അല്ലേ? ഇഞ്ചിക്ക് എത്ര വില? ഇഞ്ചി 130, 120 കിലോ. എങ്ങനെയുണ്ട് പൊതുവെ ഒരു വില വർധനവുണ്ട്? വലിയ വർധനവ്. ആളുകൾ വരുന്നുണ്ടോ മുൻപത്തെ പോലെയൊക്കെ? ഇല്ല, പൊതുവെ കുറവാണ്. ഈ വില ഇങ്ങനെ കൂടുന്നതുകൊണ്ടാണോ ആളുകൾ? കൂടുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സ് കുറയുമല്ലോ. ഒന്നും നിലവാരം ഇപ്പോൾ 10 കിലോ സാധനം കൊണ്ടുവന്നാൽ നിലവിൽ 5ഉം 2ഉം ആക്കിയിട്ട് ചുരുക്കും. മാർക്കറ്റ് ഡള്ളാണ്. അത് കൂടുതലൊന്നും ഇപ്പോൾ സാധനം വന്നിട്ട് തന്നെ എടുക്കാനല്ല ഡിമാൻഡാണ്. സാധനം വരുന്നത് കുറവാണ്. അതിനനുസരിച്ചുള്ള വില വളരെ കൂടുതലുമാണ്. ഏറ്റവും കൂടുതൽ വില കൂടുന്നത് എന്തിനാണ്? ഇപ്പോൾ തക്കാളിയാണ് കളിക്കുന്നത്. ഏറ്റവും നല്ല വില റേഞ്ചിൽ കളിക്കുന്നത് തക്കാളിയാണ്. മീനിൽ മത്തിയാണെങ്കിൽ തക്കാളിയാണ് പച്ചക്കറിയിലായിരുന്നു. തക്കാളിന്റെ കളിയിൽ തന്നെ ഒപ്പം ഉള്ളത്. അടിച്ചു കയറുകയാണ് തക്കാളി എന്നാണ് പറയുന്നത്. തക്കാളിക്ക് കിലോയ്ക്ക് 70 രൂപയാണ് ഇപ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റിലെ വില. ഇവിടെ വേറെയും ആളുകളുണ്ട്. ഓടല്ലേ ചേട്ടാ, എങ്ങനെയുണ്ട് വില? ഈ മുരിങ്ങക്കായ്ക്ക് 200 രൂപ എങ്ങനെയായി തോന്നുന്നു?
മുരിങ്ങക്കായ്ക്ക് എത്ര രൂപ? അറിയൂലേ? മുരിങ്ങക്കായ്ക്ക് എത്ര രൂപ? പല വിലയുടെ ഉണ്ട്. ആണോ? എത്ര മുരിങ്ങ ഏകദേശം ഒക്കെ പോകുന്നത്? 220 രൂപ, 250 രൂപ, 100 രൂപയുടെ മുരിങ്ങക്കായി ഉണ്ട്. അത് അത്ര ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല. അതാണ് സാധനം. ആ, ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ്? ചെറിയുള്ളിക്കൊക്കെ എന്താ വില? ചെറിയുള്ളി പല വിലയുടെ ഉണ്ട്. 60 രൂപ മുതൽ 40 രൂപ വരെയുള്ളുണ്ട്. ഹലോ, ക്വാളിറ്റി അനുസരിച്ച് സാധനങ്ങളുടെ വില മാറും. മുരിങ്ങക്കായ ഒക്കെ ആണെങ്കിൽ 100 രൂപ മുതൽ 200 രൂപ വരെ ഉള്ളത്. ഓക്കേ, സാനിയോ, അതുപോലെ എനിക്ക് മനസ്സിലായി. ചെറുള്ളി ആണെങ്കിൽ 40 രൂപ മുതൽ 60 രൂപ വരെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒപ്പം ഉണ്ടമുളക് തന്നെ ഈ മുരിങ്ങക്കയുടെ കാര്യത്തിലും ഡബിൾ സെഞ്ചുറി അടിച്ച് നിൽക്കുകയാണ്. 220 രൂപ എന്ന് കേൾക്കുന്നു. പക്ഷേ വലിയ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടുള്ള വിലയല്ല തിരുവനന്തപുരത്ത് എത്തുമ്പോഴുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയണം. ഒപ്പം തന്നെ കോഴിക്കോട്ടേക്ക് എത്തുന്ന സാധനങ്ങൾ പലതും കർണാടക അതിർത്തി വഴിയാണ് എത്തുന്നത്. കർണാടകയിൽ നിന്ന് എത്തുന്നു എന്നാണ് പറയുന്നത്. ഗുണ്ടൽപേട്ട് മാർക്കറ്റിൽ നിന്ന് നമുക്കൊപ്പം ദീപക് മോഹൻ കൂടി ചേരുന്നുണ്ട്. മുഹമ്മദ് ജസീം തിരുവനന്തപുരത്താണുള്ളത്, കൊച്ചിയിലാണുള്ളത്. നമുക്കതിന് മുമ്പ് ഒന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോയി വരാം. ഗുണ്ടൽപേട്ടിൽ നമുക്കൊപ്പം ദീപക് ഉണ്ട്. ദീപക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളിക്ക് ഇവിടെ 70 രൂപയാണ്, മുരിങ്ങക്കായ്ക്ക് ഇവിടെ 220 രൂപ വരെയുണ്ട്, ഉള്ളിക്ക് 60 രൂപയും 70 രൂപയും പിന്നെ ചിലപ്പോൾ 40 രൂപയും അടക്കം ആണ്. എന്താണ് ഗുണ്ടൽപേട്ടിലെ ഒരു വില വിവരം നമുക്ക് ലഭ്യമാകുന്നത്? അവിടെ കർഷകർ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് കുറയുന്നുവെന്നും വേണ്ടത്ര കർഷകരെ തമിഴ്നാട്ടിൽ കിട്ടാനില്ല എന്നുമൊക്കെയാണ് കോഴിക്കോട് നിന്നും പറയുന്നത്. വില കൂടാനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത്? അവിടെയും ഇവിടെയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? നമുക്ക് തക്കാളി തുടങ്ങാം. അരുൺകുമാർ, നമ്മളിപ്പോൾ ഉള്ളത് ഈ ഗുണ്ടൽപേട്ടിലെ മാർക്കറ്റിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ രാവിലെ കർഷകരുടെ അടുത്ത് നിന്ന് ഈ കൃഷിസ്ഥലങ്ങളിൽ നിന്ന് വിളവെടുത്ത് കൊണ്ടുവരുന്ന പച്ചക്കറികൾ മാർക്കറ്റിലേക്ക് എത്തി. ഇപ്പോൾ തക്കാളി ഇവിടെയുണ്ട്. തക്കാളി അതുപോലെ തന്നെ വഴുതനങ്ങ ഇപ്പോൾ ഒരു ലോഡ് ഇറക്കുന്നു. അല്പം മുൻപ്, അതായത് സാനിയോ മനോമി ഈ ലൈവ് തരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു കർഷകൻ മുരിങ്ങക്കായുമായി എത്തിയിരുന്നു. അദ്ദേഹം 80 രൂപയ്ക്കാണ് ഇവിടെ ഈ മാർക്കറ്റിൽ അത് കൊടുത്തത്. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ വിലയെ അപേക്ഷിച്ച് നേർ പകുതി തന്നെയാണ് ഇവിടെ എന്നുള്ളത് പറയാം. 1 കിലോ തക്കാളിക്ക് 45 രൂപയാണ് ഇപ്പോൾ ഇവിടെ ഈടാക്കുന്ന വില. അതോടൊപ്പം പച്ചക്കറികളായിട്ടുള്ള ക്യാബേജ്, പച്ചമുളക്, ഇഞ്ചി അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെയുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ നേർ പകുതിയാണ് വില. ഇപ്പോൾ തക്കാളി ഇഷ്ടമാണ്. തക്കാളി എത്ര കിലോ? തക്കാളി ഇഷ്ടം. ടൊമാറ്റോ 80 രൂപ. ഇവരുടെ ഭാഗത്ത് നിന്ന് മറ്റ് കച്ചവടക്കാർ വന്ന് എടുക്കുമ്പോൾ ഇവർ നൽകുന്ന വിലയാണ് പറഞ്ഞത് 70 രൂപ. ഇപ്പോൾ മലയാളം അറിയുന്ന ഒരു ആളുണ്ട് ഇവിടെ. അദ്ദേഹമാണ് ഈ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കച്ചവടക്കാരൻ. എല്ലാ കർഷകരും കൂടുതലായിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത്. സുരേഷ്, ഒരു മിനിറ്റ്. 80. ഈ മുരിങ്ങക്കായ എത്രയാ വില? തക്കാളി എത്രയാ വില? തക്കാളി 58 രൂപ. തക്കാളി കിലോ 58 രൂപ. സവാള, ഉള്ളി 35 രൂപ. വഴുതന 15 രൂപ. വെള്ളരി 38 രൂപ. മുരിങ്ങക്കായ എത്രയ്ക്ക് എടുക്കുന്നു? 19 രൂപനാ. 190 രൂപ മുരുങ്ങ. മുരിങ്ങക്കായ്ക്ക് ഇവിടെ 190 രൂപയാണ് ഇവർ വിൽക്കുന്ന വില എന്ന് പറയുന്നത്. പക്ഷേ തക്കാളിക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നേക്കാൾ നേർ പകുതി തന്നെയാണ് വില. ഇന്നലെ രാത്രിയോടുകൂടി വില അല്പം കുറഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ മാർക്കറ്റ് വില ഇനിയും ഒരു മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് അറിയുമെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത്. ഏതായാലും തക്കാളിക്കും ബീൻസിനും പയറിനെല്ലാം 24 രൂപയാണ് വില. വഴുതനയ്ക്ക് 15 രൂപ എന്ന് പറയുമ്പോൾ അത് ഉയർന്ന തുക തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിലടക്കം ഈ പച്ചക്കറിക്ക് ചെറിയ രീതിയിൽ വില വർദ്ധിക്കാനുള്ള കാരണം? അരുൺകുമാർ, ഇവിടെ കൂടുതൽ കർഷകർ ഈ പച്ചക്കറികൾ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനെ തുടർന്ന് കൃഷി വളരെ കുറവാണ്. മാത്രമല്ല ഈ കാലാവസ്ഥയുടെയും ഒപ്പം വെയിൽ പെട്ടെന്ന് തന്നെ മഴ എത്തിയതോടുകൂടി വിളവ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിലയിൽ വലിയ വ്യത്യാസമുള്ളത്. സാധാരണ കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് കേരളത്തിലെ വിലയെ വെച്ച് നോക്കുമ്പോൾ വളരെ വില ഇവിടെ കൂടുതലാണ്. പക്ഷേ ഇത്തവണ ഈ ഗുണ്ടൽപേട്ട് മാർക്കറ്റിലുള്ള പച്ചക്കറിയുടെ വില എന്ന് പറയുന്നത് വ്യത്യാസമുള്ള ഒന്നാണ്. ഏതായാലും ഇവിടെ നിന്ന് കേരളത്തിലേക്കുള്ള എല്ലാ മാർക്കറ്റിലേക്കും പച്ചക്കറി കയറി പോകുന്നുണ്ട്. ദിവസവും ലോഡ് കണക്കിന്, ടൺ കണക്കിന് പച്ചക്കറികളാണ് ഈ ഗുണ്ടൽപേട്ടിൽ നിന്ന് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കുള്ള പച്ചക്കറി മാർക്കറ്റുകളിലേക്ക് കയറി പോവുക. എന്താണ് പച്ചക്കറിക്ക് ഇപ്പോൾ വില കൂടാനുള്ള കാരണം എന്താണ്? അദ്ദേഹം അവിടെ തിരക്കിലാണ്. വേറൊരാളോട് നമുക്ക് പ്രതികരണം ചോദിക്കാം. എന്താണ് ഇപ്രാവശ്യം പച്ചക്കറി തർക്കാരി വില കൂടാൻ കാരണം എന്താണ്? വെള്ളം വന്നിട്ട് എല്ലാ കൃഷിക്കാർ, എല്ലാ തോട്ടം എല്ലാം നാശമായിട്ട് പോയി. അതായിട്ട് വില കൂടുതൽ.
കാലാവസ്ഥയിലെ വ്യതിയാനമുണ്ട്. ഇപ്പോൾ ಇನ್ನೊಂದು 2 മാസമെല്ലാം ക്ലിയർ ആവും. ഇപ്പം എല്ലാ സാധനം എല്ലാ ആൾക്കാരും ജാസ്തി പോടുന്നത് 2 മാസത്തിന് എല്ലാം വില പൊട്ടും. കേരളത്തിലേക്ക് ഇവിടുന്ന് ഏതൊക്കെ ഭാഗത്തേക്ക് കേരളത്തിലേക്ക് പോകുന്നുണ്ട്? കേരള തമിഴ്നാട് 2 സ്ഥലത്ത് പോകുന്നത്. ഇവിടെ മലപ്പുറ, കോട്ടക്കൽ, മഞ്ചേരി അവിടേക്കെല്ലാം ഇവിടെ കാലിക്കറ്റ് ഇങ്ങോട്ടേക്ക് സ്ഥലക്ക് പച്ചക്കറി കാലിക്കറ്റ് പാളയം മാർക്കറ്റിലേക്ക് ഇല്ല പോകുന്നത്. പാളയം മാർക്കറ്റിലേക്ക് ജാസ്തി പോകും. മലപ്പുറ, കോട്ടക്കൽ മെയിൻ ഇവിടെ അവിടേക്ക് ജാസ്തി ചെറുക്ക് ഇവിടെ പോകുന്നത്. പ്രധാനമായും മലബാറിലെ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ്. മലപ്പുറത്തും ഒപ്പം കോഴിക്കോട് പാളയം മാർക്കറ്റിലേക്കും ഗുണ്ടൽപേട്ട ഈ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ നമ്മൾ റോഡിലൂടെ ഈ മൈസൂരൊക്കെ ഭാഗം മുരിങ്ങക്കായ്ക്ക് 190 രൂപയുണ്ട്. തക്കാളിയുടെ വില 45 ഞങ്ങളുടെ സാനിയിലേക്ക് വന്നാൽ, സാനിയോ കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് വില കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മാർക്കറ്റിൽ തക്കാളിക്ക് എത്ര രൂപയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? തക്കാളിക്ക് 70 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ മുരിങ്ങക്കായ്ക്ക് 200 രൂപ, 190-ൽ നിന്ന് 10 രൂപ മാത്രമേ. അത് പിന്നെ ചെറിയൊരു ഗുണ്ടൽപേട്ടിൽ ഇവിടെ വരെ മുരിങ്ങക്കായ എത്തണമല്ലോ. പക്ഷേ 45 രൂപയ്ക്ക് ഗുണ്ടൽപേട്ടിൽ കിട്ടുന്ന തക്കാളി കോഴിക്കോട് എത്തുമ്പോഴേക്കും 70 രൂപയാവുന്നു. ഇത് നമുക്ക് കൊച്ചിയിൽ എത്രയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിക്കാം. മുഹമ്മദ് ജസീം കൊച്ചി ബ്രോഡ്വേ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന്. ദീപക് തുടരണം. ഞാനൊന്ന് മുഹമ്മദ് ജസീമിലേക്ക് പോകാം. മുഹമ്മദ് ജസീം, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചി ബ്രോഡ്വേയിൽ ഈ പച്ചക്കറിയുടെ വില എങ്ങനെയാണ്? പ്രത്യേകിച്ച് 2 വിഷയങ്ങൾ നമുക്ക് തുടങ്ങാം. ഒന്ന്, തക്കാളി 45 രൂപയാണ് ഗുണ്ടൽപേട്ടിൽ, 70 രൂപയാണ് കോഴിക്കോട്. കൊച്ചിയിൽ എത്ര രൂപയാണ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കൊച്ചിയിലെ വില വർധന നേരത്തെ സാനിയോ പറഞ്ഞതുപോലെ തന്നെയാണ്. കൊച്ചിയിൽ അല്പം വില വർധനവുണ്ട് എന്നുള്ളതാണ് കോഴിക്കോടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ തക്കാളിക്ക് 80 രൂപയാണ് ഇപ്പോൾ ഇവിടെ റീറ്റെയിലായിട്ട് വിൽക്കുന്ന ഒരു വില എന്ന് പറയുന്നത്. പക്ഷേ പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒരു 20 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 100 രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തക്കാളിയുടെ വില ഉണ്ടായിരുന്നു. പക്ഷേ മുരിങ്ങക്കായുടെ വില നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റവുമില്ല. ഇവിടെ 200 രൂപ ഡബിൾ സെഞ്ചുറി അടിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ മുരിങ്ങക്കയുടെ വില വർധനവ് കാരണം തന്നെ ഇവിടെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് വാങ്ങാൻ ആളില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ മുരിങ്ങക്ക ഇവിടെ കിട്ടാത്ത ഒരു കാര്യം കൂടിയാണ്. ഇവിടെയുള്ള ഒരു ചേട്ടനോട്, ചേട്ടാ ഏതൊക്കെ ഇതിനാണ് വില കൂടുതലുള്ള പച്ചക്കറികൾ? മുരിങ്ങക്ക 220 രൂപ ഹോൾസെയിൽ വരും. നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് ആരും വാങ്ങിക്കാറില്ല, വില കൂടുതലാണ് പോകും. പിന്നെ തക്കാളി 80, ബീൻസ് 80, അങ്ങനെ തന്നെ വില കയറി നിൽക്കുന്ന സാധനങ്ങൾക്ക് ആളുകൾ വാങ്ങുന്നത് കൂടുതലായിട്ട് വില കുറഞ്ഞതാണോ? എങ്ങനെയാണ്? വില കുറഞ്ഞത് വാങ്ങിക്കുള്ളൂ. മറ്റേത് വാങ്ങിക്കണമെങ്കിൽ 1 കിലോ വാങ്ങിക്കേണ്ട ആൾ 1/4 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് പോകും. അവർ ബഡ്ജറ്റ് നോക്കിയാണ് അവർ വാങ്ങിക്കണത്. അപ്പം അത് വില നോക്കി അവർ പോയേ ചെയ്യുള്ളൂ. വില കുറഞ്ഞത് കൂടുതൽ വാങ്ങിക്കും, കൂടിയത് കുറച്ചും വാങ്ങിച്ചുകൊണ്ട് പോകും അവർ. ഇതാണ് പറയുന്നത്. ഈ ഒരു വില കൂടിയ സാധനങ്ങൾ ഇപ്പോൾ പരമാവധി അവർ വളരെ കുറച്ച് വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ, നേരത്തെ 1 കിലോ വാങ്ങിയത് ഒരു 1/4 കിലോയോളം വാങ്ങുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അതായത് ഈ തക്കാളി, നിത്യോപയോഗ സാധനങ്ങളായ തക്കാളി, വലിയുള്ളി 80 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഗുണ്ടൽപേട്ടിലേക്ക് പോകാം. ഗുണ്ടൽപേട്ടിൽ നമ്മുടെ പ്രതിനിധി ദീപക് ഉണ്ട്. ദീപക്, ഗുണ്ടൽപേട്ടിൽ എത്രയാണ് തക്കാളി പറഞ്ഞത്? 45 ഞാൻ കേട്ടത്. 58 ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എഴുതുന്നു. ഗുണ്ടൽപേട്ടിൽ 58. അത് സ്വാഭാവികമായും കോഴിക്കോട് എത്തുമ്പോൾ 12 രൂപയ്ക്കിലേക്ക് കൂടുന്നതിനകത്ത് അത്ഭുതമുണ്ടോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. അവിടെ എത്രയാണ് ഗുണ്ടൽപേട്ടിൽ? ഒന്നുകൂടി ഒന്ന് ചോദിക്കൂ. തക്കാളിക്ക് ഗുണ്ടൽപേട്ടിലെ ഈ മാർക്കറ്റിൽ നേരത്തെ നമ്മളോട് പറഞ്ഞത് തക്കാളിക്ക് 45 രൂപ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്ന് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് അടക്കം കൂട്ടുമ്പോൾ പൈസ കൂടും. ഇപ്പോൾ ശരിക്കും തക്കാളിക്ക് എത്ര ഇവിടെ വില? തക്കാളിക്ക് 55-60 റേറ്റുണ്ട്. വില കൂടുതലാണ്. എല്ലാ പച്ചക്കറികളൊക്കെ വില കൂടുതലാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക് 70 അങ്ങനെ മാർക്കറ്റ് റേറ്റ് വരുന്നത്. മൈസൂർ RMC മാർക്കറ്റിനേക്കാളും വില കുറവാണ്. ഇവിടെ കുറച്ച് വില കുറയും, എന്നാലും റേറ്റ് ഇപ്പോൾ എല്ലാത്തിനും കൂടുതലാണ്. തക്കാളിക്കാണ് കൂടുതൽ റേറ്റ്. പച്ചമുളക് 70, ഉള്ളി 35 അങ്ങനെ വരുന്നുണ്ട്. ഒരു നിമിഷം ദീപകെ, ഒന്ന് സാനിയിലേക്ക് പോകുന്ന. സാനിയോ, തക്കാളിയുടെ കാര്യം പറഞ്ഞു. തക്കാളിയുടെ കാര്യത്തിൽ അവിടെ 45, 55, 60 എന്നിങ്ങനെയാണ് ഗുണ്ടൽപേട്ടിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്കത് കോഴിക്കോട് എത്തുമ്പോൾ 70 ആവുന്നു, കൊച്ചിയിലേക്ക് പോകുമ്പോൾ 80 രൂപയാവുന്നു. സാനിയോ, ഈ പച്ചമുളക് എത്രയാണ് അവിടെ വില കോഴിക്കോട്? പച്ചമുളക് 2 പച്ചമുളകുണ്ട്. അതായത് നീണ്ട പച്ചമുളകുമുണ്ട്, ഉണ്ട പച്ചമുളകുണ്ട്. ഉണ്ട പച്ചമുളകിന് 70 രൂപയാണ്. സാധാരണ നീണ്ട പച്ചമുളകിന് 50 രൂപയാണ് വില. അത് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചാണ് ഈ വില വ്യത്യാസം. ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക് പച്ചമുളക് കാണാം. നീണ്ടതും ഉരുണ്ടതും വേറെ വേറെ ഉണ്ട്. ഉണ്ടയ്ക്ക് 70, സാധാ പച്ചമുളകിന് 50 രൂപയും.
ഓക്കെ, ബ്രോഡ്വേയിലേക്ക് ഒന്ന് വന്നാൽ ഒന്നുകൂടി മുഹമ്മദ് ജാസിം, കൊച്ചിയിൽ ആളുകൾ ഇപ്പോൾ പച്ചക്കറി വാങ്ങാൻ വരുന്നതൊന്നും കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പച്ചക്കറി മാത്രമല്ല, മത്തിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നിൽക്കുന്നതുകൊണ്ട് എല്ലാ മത്സ്യങ്ങളുടെ കാര്യത്തിലും വിലക്കയറ്റമുണ്ട്. ചിക്കൻ്റെ കാര്യത്തിലും വില കുറയുന്നില്ല എന്നതാണ് വാസ്തവം. എന്താണ് കൊച്ചി മാർക്കറ്റിൻ്റെ പൊതുവെയുള്ളൊരു പ്രതികരണം? ആളുകൾ വരുന്നത് കുറവാണ് എന്നാണോ പറയുന്നത്? നേരത്തെ പറഞ്ഞു 1 കിലോ വാങ്ങാൻ വേണ്ടി വന്നവർ 1/4 കിലോ ആയിട്ട് പോകുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ ഒരു മാർക്കറ്റിൽ വില കൂടിയത് കാരണം തന്നെ ആളുകൾ കൂടുതലായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ സമയങ്ങളിലൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ എത്തേണ്ട ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു വില കൂടിയത് കാരണം കൊണ്ട് തന്നെ ആളുകൾ എത്താൻ മടിക്കുന്നു. വരുന്ന ആളുകൾ തന്നെ സാധനങ്ങൾ വളരെ കുറച്ച് വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. ഈ വിലയുടെ വർധനവ് അത് ജനജീവിതത്തെ, അവരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് ഇപ്പോ ഗുണ്ടൽപേട്ടിൽ നിന്ന് തക്കാളി നമ്മൾ കോഴിക്കോട്ടേക്കോ കൊച്ചിയിലേക്കോ കൊണ്ടുവന്നാൽ എത്രയാണ് ശരാശരി കൂടേണ്ടത്? ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് മിതമായി കൂടേണ്ടത്? പക്ഷേ 55 രൂപയുടെ തക്കാളി കൊച്ചിയിലെത്തുമ്പോൾ 80 രൂപയായിട്ട് മാറുന്നു. കിലോയ്ക്ക് 35 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടാവുന്നത്. 25 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടാവുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് കൂടി ഒന്ന് അവരോടൊന്ന് ചോദിക്കൂ. എത്ര രൂപയാണ് കിലോ കണക്കിലെടുത്ത് നോക്കിയാൽ വ്യത്യാസം വരിക? ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ ബ്രോഡ്വേയിലേക്ക് എത്തിക്കുന്നു. അരുൺകുമാർ, ഇവിടെ കച്ചവടക്കാരുണ്ട്, നമുക്ക് അവരോട് ഇതിന്റെ വില വിവരങ്ങൾ അന്വേഷിക്കാം. ಮಲಯಾಳ ಅರಿಯೋ? ಮಲಯಾಳ ಅರಿಲ್ಲ. ಕನ್ನಡ ಬರುತ್ತಾ? ಕನ್ನಡ ಬರುತ್ತಾ. ಎಷ್ಟು ಅಣ್ಣ ಇದು ತಕ್ಕಾಳಿಗೆ ಟೊಮಾಟೋಗೆಲ್ಲ? ಟೊಮಾಟೊ 60 ಇಲ್ಲಿಂದ ತಗೊಂಡು ಕಾಲಿಕೆಟ್ಗೆ ಹೋಗುವಾಗ ಎಷ್ಟು ರೇಟ್ ಜಾಸ್ತಿ ಆಗುತ್ತಾರೆ? ಜಾಸ್ತಿ ಆಯ್ತು, ಒಂದು 10 ರೂಪಾಯಿ ಜಾಸ್ತಿ ಆಯ್ತು. അതായത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ 60 രൂപയ്ക്ക് എടുക്കുന്ന സാധനം കോഴിക്കോടേക്ക് എത്തുമ്പോൾ 1 കിലോയിൽ 10 രൂപ കൂടുതൽ വ്യത്യാസമായി എടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലാണ് ഇവിടെ നിന്ന് ആളുകൾ പച്ചക്കറി വാങ്ങി കോഴിക്കോടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ 10 രൂപ അധികം ലാഭത്തിൽ വിൽക്കാം. അതാണ് സാധാരണ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം ഉപയോഗിച്ച് നമ്മൾ കണക്കാക്കുന്ന വില എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരൻ പറയുന്നത്. അരുൺകുമാർ, ദീപക്, ഇവർ പറയുന്നത് പ്രകാരം 2 മാസം കഴിഞ്ഞാൽ ഈ വിലയൊക്കെ സ്റ്റേബിൾ ആവും എന്നാണോ? കാരണം കാലാവസ്ഥാ പ്രശ്നമാണ് വില കൂടാനുള്ള കാരണമായിട്ട് ഗുണ്ടൽപേട്ടിലെ കച്ചവടക്കാരും പറയുന്നത്. 2 മാസം കൂടെ കഴിഞ്ഞാൽ വില പഴയ നിലയിലേക്ക് താഴേക്ക് ഇറങ്ങും. അതായത് സാധാരണ ഈ സമയങ്ങളിൽ പച്ചക്കറിക്ക് നാട്ടിൽ, അതായത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ നാട്ടിൽ 140 150 രൂപ തക്കാളിക്ക് 1 കിലോയ്ക്ക് വിലയുണ്ടായിരുന്ന സമയത്ത് ഇവിടെ അതിന്റെ നേർ പകുതിയും 45-50 രൂപയായിരുന്നു. എന്നാൽ ഇത്തവണ നാട്ടിലെ വില വെച്ച് അപേക്ഷിച്ച് നോക്കിയാൽ ഇവിടെ വില അല്പം കൂടുതലാണ്. അതിന് പ്രധാനമായും ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം പ്രതീക്ഷിച്ച വിളവ് കർഷകർക്ക് ലഭിച്ചില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല ഈ 3 തരത്തിലുള്ള തക്കാളികൾ ഇവിടെ എത്തുന്നുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി തക്കാളിക്കാണ് ഈ പറഞ്ഞ വില, ഏറ്റവും അമിതമായ വില നാട്ടിൽ, അതായത് കേരളത്തിൽ ഈടാക്കുന്നത് എന്നാണ്. മാത്രമല്ല ഇവിടെ അതായത് ഈ ഗുണ്ടൽപേട്ട് പ്രദേശങ്ങളിൽ ഇത്തവണ കൃഷി വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ വില കൂടാനുള്ള മറ്റൊരു കാരണമാണ്. കേരളത്തിൽ മാത്രമായിട്ടുള്ള വിലക്കയറ്റമല്ല, ഗുണ്ടൽപേട്ടിൽ നിന്ന് എത്തുന്ന പച്ചക്കറിക്ക് കൂടി വില കൂടുതലാണ്. 190 രൂപയാണ് ഗുണ്ടൽപേട്ടിൽ മുരിങ്ങക്കായ്ക്ക്. കോഴിക്കോട് എത്തുമ്പോൾ അത് 210 രൂപയാവുന്നു. കൊച്ചിയിൽ എത്തുമ്പോൾ അത് 220 രൂപയാവുന്നു. തക്കാളിക്ക് 55 രൂപ മുതൽ 60 രൂപ വരെയാണ് ഗുണ്ടൽപേട്ട്. അത് 10 രൂപ കൂടെ കൂടുന്നു കോഴിക്കോട് എത്തുമ്പോൾ. ബ്രോഡ്വേയിൽ കൊച്ചിയിലെത്തുമ്പോൾ വീണ്ടും 10 രൂപ കൂടി 80 രൂപയാവുന്നു. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മാത്രമായിട്ടുള്ളൊരു പ്രത്യേക പ്രതിഭാസമല്ല. ഗുണ്ടൽപേട്ടിലും വലിയ രീതിയിലുള്ള വിലവർധനമുണ്ട്. നമുക്കൊന്ന് ഇടുക്കിയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. നിങ്ങൾ തുടരണം. 3 പേരും, സാനിയോയും ജസീമും ഒപ്പം തന്നെ ദീപക്കും. സംസ്ഥാനത്തെ പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് പക്ഷേ വളരെ തുച്ഛമായ തുകയാണ്. വട്ടവടയിലെ പച്ചക്കറി പൂർണ്ണമായും ഹോർട്ടികോർപ്പ് സംഭരിക്കുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടികോർപ്പ് പൂർണ്ണമായും നൽകിയിട്ടില്ല. വട്ടവടയിലെ പച്ചക്കറി ഭൂരിഭാഗവും കയറി പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അതുകൊള്ളാലോ, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കയറുന്നു, വട്ടവടയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. എന്ത് സംഭവിച്ചിരിക്കുന്നതേ ചോദിച്ചിട്ട് വരാം. ദീപക്ക് നമുക്കൊപ്പം ചേരുന്ന റിപ്പോർട്ട് കാണാം. കാബേജ് ഇന്ന് 80 രൂപയാണ് വില. 80. ഇതിനു മുമ്പ് 50, 55, 60 അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു 20-25 രൂപയോളം കൂടിയിട്ടുണ്ട്. ക്യാബേജിന്റെ വില ഇപ്പോൾ 80 രൂപയാണ്. ഈ ക്യാബേജ് ഉൽപ്പാദിപ്പിക്കുന്ന ശീതകാല പച്ചക്കറി കൃഷി നടത്തുന്ന വട്ടവടയിലെ കർഷകർക്ക് എന്ത് കിട്ടുന്നു എന്നാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്.
പാടത്ത് ക്യാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിത്തിന് മാത്രം 10,000 രൂപയോളം ചിലവ് വരും. വളത്തിനും മറ്റു കൂലിച്ചെലവുകൾ വേറെ. 4 മാസം വേണം ഇവ വിളവെടുക്കുവാൻ. എന്നാൽ വിപണിയിൽ കാബേജ് വില കുതിച്ചുയർന്നു നിൽക്കുമ്പോഴും വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് 18 രൂപയിൽ താഴെ മാത്രം. ഇവർക്ക് അറിയാവുന്നതാകട്ടെ കൃഷി മാത്രം. അതുകൊണ്ട് നഷ്ടം വന്നാലും വീണ്ടും തുടരുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കർഷകർ പറയുന്നു. இப்படி விலை இல்லாமல் மொத்தத்துக்கு வெட்டாமையும் காட்டிலேயும் போயிருக்குது. அப்போ எங்களுக்கு கிடைச்ச லாபம் கிடைக்காட்டியும் அதே தொழிலவை நாங்கள் செஞ்சுக்கிட்டே வந்துக்கிட்டு இருக்கிறோம். எங்களுக்கு வேற தொழிலெல்லாம் இல்லை, இதே தொழிലത്തെ. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല, കർഷകരെ സഹായിക്കേണ്ട ഹോർട്ടികോർപ്പ് ഇവിടെ നോക്കുകുത്തിയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ പോലും വില പൂർണ്ണമായി കർഷകർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഹോർട്ടികോർപ്പ് സംഭരിച്ചും കർഷകർക്ക് ന്യായമായ വില കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ കൊടുത്തത്. പക്ഷേ കർഷകർക്ക് പകുതി പൈസയാണ് കിട്ടിയത്, പകുതി പൈസ കിട്ടിയിട്ടില്ല. ഇനിയും കിട്ടാതെ പൈസ കിട്ടാതെ കർഷകർ കൂടുതലുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്തിന് ശേഷം ഇതുവരെ ഹോർട്ടികോർപ്പ് പച്ചക്കറി ഇവിടെ നിന്നും സംഭരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തി തിരിച്ച് കേരളത്തിലെത്തുമ്പോൾ മൂവിരട്ടി വില. ഹോർട്ടികോർപ്പ് കൃത്യമായി സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി കേരളത്തിൽ തന്നെ വിതരണം നടത്തുവാൻ കഴിയുമെന്ന് കർഷകർ പറയുന്നു. പിന്നെ കഴിഞ്ഞ ഓണ സീസൺ കഴിഞ്ഞിട്ട് ഇതുവരെ ഹോർട്ടികോർപ്പ് ഇവിടെ സംഭരിക്കുന്നില്ല. പ്രതിമാസം 5 അക്കവും അതിനു മുകളിലും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുള്ള കൃഷിവകുപ്പിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കർഷകർക്ക് 1 രൂപയുടെ ഉപകാരമില്ല. സർക്കാർ ഖജനാവിനാകട്ടെ കോടികളുടെ നഷ്ടവും. വിപണിയിൽ പച്ചക്കറിക്ക് തീ പിടിച്ച വില നിലനിൽക്കുമ്പോഴും വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ തുക മാത്രമാണ്. 4 മാസത്തെ കഷ്ടപ്പാടിന് ശേഷം ഇവ വിളവെടുത്ത് വിറ്റുകഴിഞ്ഞാൽ ബാങ്ക് വായ്പയുടെ പലിശയടയ്ക്കാൻ പോലും തികയാത്ത സാഹചര്യം. സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഹോർട്ടികോർപ്പ് നോക്കുകുത്തിയാകരുത്. ഇതാണ് കർഷകർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. 80 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ക്യാബേജിന് കർഷകർക്ക് കിട്ടുന്നത് 18 രൂപ. ഇത് അന്യായമാണ്. നമുക്ക് സന്ദീപിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതുകൂടി നിങ്ങൾ കേൾക്കൂ. വില തകർച്ച മാത്രമല്ല, വട്ടവടയിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധി. ഒരുവിധ സർക്കാർ സഹായങ്ങളും ഇവർക്ക് ലഭ്യമാകുന്നില്ല. മുൻ വർഷത്തെ മഴയിലും വെയിലിലും ഉണ്ടായ ഏക്കർ കണക്കിന് കൃഷിനാശത്തിന് 1 രൂപയുടെ പോലും സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല. മുമ്പ് സർക്കാർ നൽകിയിരുന്ന സബ്സിഡി പോലും കഴിഞ്ഞ 2 വർഷമായി ലഭിക്കുന്നില്ല എന്ന് കർഷകർ പറയുന്നു. பயங்கர தண்ணி வந்து ஒரு விவசாயம் இல்லையா, வெள்ளப்பூடு எல்லாம் போட்டு பூராமே அழைச்சிட்டு போயிடுச்சு. அது ஒரு 50,000க்கு மேலேயே போயிடுச்சு. கிருஷி பகன்னு போய் சொன்னாலும் ஒன்றும் கொடுக்கல. எல்லாம் எழுதிட்டு போனால் அப்புறம் திரும்பி வந்து பார்க்கல. കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്തുണ്ടായ വെള്ളപ്പാച്ചിലാണ് ഈ അമ്മയുടെ കൃഷി പൂർണ്ണമായും ഒലിച്ചുപോയത്. ഇവർക്ക് മാത്രമല്ല, വട്ടവട പഞ്ചായത്തിലെ 800 ഏക്കറിലധികം കൃഷി കാലവർഷത്തിൽ നശിച്ചിരുന്നു. 700ഓളം കർഷകർക്ക് നാശനഷ്ടമുണ്ടായി. കൃഷിവകുപ്പിൽ അപേക്ഷ നൽകിയെങ്കിലും 1 രൂപ പോലും സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല. അടിയന്തര സഹായം വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് സർക്കാരിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും മറുപടി പോലും ലഭിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തിലെ മഴക്കാലത്തിൽ കെടുതിയായി പോയി. കൃഷിനാശം നാശം നഷ്ടമായി പോയി. പിന്നെ ഞങ്ങൾ കൃഷി ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടും ഇവർ നാശനഷ്ടം കൊടുക്കാനായിട്ട് തീരുമാനത്തിൽ സർക്കാർക്ക് നമ്മൾ പഞ്ചായത്തും കൊടുത്തിട്ടുണ്ട്. കൃഷി ഓഫീസിലും നമ്മൾ നേരിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും കൃഷിനാശം അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ജീവിക്കുന്ന വട്ടവട ഗ്രാമത്തിൽ മൊത്തം കൃഷി നമ്മൾ ജീവിക്കുന്നത്. വേറെ ഒരു മാർഗമില്ലാത്ത ജനങ്ങളാണ്. മുൻപ് ഓരോ കർഷകർക്കും ഹെക്ടറിന് 25,000 രൂപ സർക്കാരിൽ നിന്ന് സബ്സിഡി ലഭിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇതും നിലച്ചു. സമ്പൂർണ്ണ കാർഷിക ഗ്രാമമായ വട്ടവടയിൽ കൃഷി ഓഫീസർ പോലും ഇല്ലെന്ന് കർഷകർ പറയുന്നു. 2 വർഷത്തോളമായി കൃഷിവകുപ്പിന്റെ ഏതെങ്കിലും സഹായം ഈ ഗ്രാമത്തിലെ കർഷകർക്ക് ലഭിച്ചിട്ട് കടബാധ്യതയിലും കഷ്ടപ്പാടിലും മുങ്ങിയ കർഷകരെ സഹായിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പാക്കേജുകളടക്കം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും 1 രൂപ പോലും കർഷകർക്ക് കിട്ടുന്നില്ല. ഇന്നും അവർ കടക്കെണിയുടെ നടുവിലാണ്. സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. അപ്പോൾ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. സർക്കാർ വട്ടവടയിൽ ഇടപെടുന്നില്ല. വട്ടവടയിൽ ഒരു കൃഷി ഓഫീസർ പോലും ഇല്ല എന്ന് സന്ദീപ് രാജാക്കാട് പറഞ്ഞു. ശരിയാണോ? നമുക്ക് സന്ദീപിനോട് എന്തെന്ന് ചോദിച്ചു നോക്കാം. സന്ദീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. വട്ടവടയിൽ നിന്ന് ലഭിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതിലൊന്ന്, കാബേജ് 80 രൂപ മാർക്കറ്റിൽ, 18 രൂപ മാത്രം കർഷകർക്ക് കിട്ടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? 2, വട്ടവടയിൽ എന്തുകൊണ്ടാണ് ഒരു കൃഷി ഓഫീസ് ഇല്ലാത്തത്? വട്ടവട പോലെ ഈ ശീതകാല കൃഷി നടത്തുന്ന ഒരു സ്ഥലത്ത് കൃഷി ഓഫീസറെ എന്തുകൊണ്ട് ഇനി സർക്കാർ വെച്ചിട്ടില്ല? അവർക്ക് ഒരു തരത്തിലുള്ള സഹായവും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ അനീതിയല്ലേ സന്ദീപ്?
ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ് വലിയ അനീതി എന്നുള്ളതല്ല, അവഗണന എത്രത്തോളം കർഷകരോട് കാണിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വട്ടവട എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശീതകാല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവട, അതും ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറി. ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ 0% ആണ് ഈ കീടനാശിനിയുടെ ഒക്കെ കണ്ടന്റ്. അത്രയും ഗുണമേന്മയുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് വട്ടവടയിലാണ്. ആ വട്ടവടയിലെ പച്ചക്കറികൾ മുഴുവൻ കയറിപ്പോകുന്നത് തമിഴ്നാട്ടിലെ മാർക്കറ്റിലേക്ക്. ആ മാർക്കറ്റിൽ നിന്ന് തിരിച്ചത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇടനിലക്കാർ തീരുമാനിക്കുന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹോർട്ടികോർപ്പ് കൃത്യമായിട്ട് ഇവരിൽ നിന്ന് പച്ചക്കറി സംഭരിക്കുകയും അത് കേരളത്തിൽ തന്നെ വിതരണം നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് ഒരു ഏറ്റവും സഹായകരമാകും എന്നുള്ളതാണ്. എന്നാൽ ഹോർട്ടികോർപ്പ് ചെയ്യുന്നത് ഓണക്കാലമൊക്കെ ആകുമ്പോൾ ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കും. ആ സംഭരിക്കുന്ന പച്ചക്കറി, അതായത് ഒരു കർഷകന് 2000 കിലോ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് 500 കിലോ സംഭരിക്കും, ബാക്കി 1500 കിലോ സംഭരിക്കില്ല. അത് ഇങ്ങനെ അട്ടിയിട്ട് അഴുകിപ്പോകുന്ന സ്ഥിതി വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ എടുത്ത പച്ചക്കറിയുടെ പൈസ പോലും കൃത്യമായിട്ട് നൽകാറില്ല. കഴിഞ്ഞ ഓണക്കാലത്ത് പച്ചക്കറി സംഭരിച്ചതിന്റെ തുക ഇപ്പോഴും കിട്ടാൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കർഷകർ അതൊക്കെ ഉപേക്ഷിച്ചു. ഇനി ഹോർട്ടികോർപ്പിന് പച്ചക്കറി കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ ഇടനിലക്കാർ എത്തിക്കഴിയുമ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് ഇവർ ഈ പച്ചക്കറി വിറ്റഴിക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. കാരണം വിളവെടുക്കാതെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ പച്ചക്കറി വളരെ വേഗം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇടനിലക്കാരെത്തി ഇത്തവണ 18 രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 18 രൂപയ്ക്ക് തന്നെ ഇവർ വിറ്റഴിക്കേണ്ട ഒരു സാഹചര്യമാണ് വട്ടവടയിലെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സന്ദീപ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സന്ദീപ് ചുരുക്കിക്കോളൂ, പറഞ്ഞോളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ ഈ ഇടനിലക്കാരുമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന ആരോപണം അവിടെ വലിയ കാര്യമായി നിലനിൽക്കുന്നുണ്ട്. മുൻപ് സുനിൽകുമാർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അവിടെ നേരിട്ടെത്തുകയും അത്തരം നടപടികളെ താക്കീത് ചെയ്യുകയും കൃഷി ഓഫീസറെ അടക്കം താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഒരു മെച്ചം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തവണ പോലും കൃഷി വകുപ്പ് മന്ത്രി എത്തിയിട്ടില്ല എന്നും ഇവർ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കർഷകരിലേക്ക് ഇപ്പോൾ കൃഷി സന്ദീപ്, എന്തായാലും ആ വിഷയം കൃഷി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വട്ടവടയിലെ കൃഷിക്കാർക്ക് അവർക്ക് ന്യായമായും ലഭിക്കേണ്ട തുക തന്നെ ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോടൊപ്പം മുഹമ്മദ് ജാസിം കൊച്ചിയിൽ നിന്നും, ദീപക് മോഹൻ ഗുണ്ടൽപേട്ടിൽ നിന്നും, സാനിയോ മനോമി കോഴിക്കോട് നിന്നും, സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ വട്ടവടയിൽ നിന്നുമാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ 4 പേരെടുത്തു നിന്ന് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം ഇത്രയാണ്: പച്ചക്കറി വില ഇനിയും കൂടും. ഇതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്നത്. അത് 2 മാസത്തേക്കെങ്കിലും ഉയർന്നു തന്നെ നിൽക്കും. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും വില കൂടുന്നുണ്ട് എന്നാണ് ഗുണ്ടൽപേട്ടിൽ നിന്ന് ദീപക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വില കൂടുന്നതനുസരിച്ച് കേരളത്തിലും കൂടുന്നുണ്ട്. പക്ഷേ വട്ടവട അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ശ്രദ്ധ കൃഷി വകുപ്പിൻ്റെ പ്രത്യേകം പതിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് കേരളത്തിലും വില കൂടും. പോക്കറ്റ് കാലിയാകുമെന്നുള്ളത് ഉറപ്പാണ്. വരാൻ പോകുന്നത് ഓണക്കാലമാണ് 2 മാസം കഴിഞ്ഞാൽ. ഈ വില അങ്ങോട്ട് പോയാൽ ഇത് എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. എങ്കിലും പ്രേക്ഷകർ ഒന്ന് കരുതിയിരിക്കുക. പോക്കറ്റ് കാലിയാക്കുന്ന വില വർധനയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത്. ടെൻഷൻ അടിക്കേണ്ട, ജാഗ്രത മതി.